എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോണത് കുപ്പി കൊണ്ടുള്ളൊരു സൂത്രമാണ് കേട്ടോ. കുപ്പി കൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യുന്നത് തക്കാളി തക്കാളി തൈ നടലാണ് കേട്ടോ. തല തിരിഞ്ഞ് തക്കാളി തൈ നടാട്ടോ നമുക്ക്. അപ്പോൾ നമ്മുടെ കുട്ടികളോടൊക്കെ നമ്മൾ ഒരു നെഗറ്റീവായിട്ടൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ വേഗം ചെയ്യുമല്ലേ. അപ്പോൾ പോസിറ്റീവായിട്ട് പറയാമെന്നുണ്ടെങ്കിലോ അവർ ചെയ്യില്ല, മടിക്കും. അത് ചെയ്യല്ലേ മോനെ എന്ന് പറഞ്ഞാൽ അവർ ആദ്യം ചെയ്യണത് അതായിരിക്കും. എന്നാൽ ചെയ്തോളാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ വഴിക്ക് അവർ പോവുകയില്ല കേട്ടോ. അപ്പോൾ എന്ന് പറഞ്ഞ പോലെയാണ് നമ്മളിന്ന് ഒരു സൂത്രം ചെയ്യാൻ പോവാണ്. തല തിരിഞ്ഞ് നമ്മൾ തക്കാളി നടാണ്. ചൊവ്വാവോന്ന് അറിയണമല്ലോ, നമുക്ക് പരീക്ഷിച്ച് നോക്കാം. അപ്പോൾ അതേ നമ്മൾ അതിനായിട്ട് കുപ്പി എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ കുപ്പി എടുത്തിട്ടുണ്ട്, നമ്മളൊരു കത്തി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിതിവിടെ കണ്ടിക്കുകയാണ്, മുറിച്ച് കളയണം കേട്ടോ. ഇവിടെ അതെ, അത് മുറിച്ച് കളഞ്ഞു കേട്ടോ. അപ്പം നമുക്കിനി ഇതിനകത്ത് നടണം. അതിന് വേണ്ടിയിട്ടുണ്ടല്ലോ ഞാനിപ്പോൾ എടുത്തേക്കണത് 4 തക്കാളി തൈ ഉണ്ട് കേട്ടോ. 2 ചെറുതും 2 വലുതുമാണ്. അപ്പം നമുക്കിത് ഈ 2 വെച്ച് നടാം കേട്ടോ. ചൂടി വലുതായിപ്പോൾ എനിക്ക് നടാൻ സമയം കിട്ടിയില്ല. ഞാൻ ജോലി കഴിഞ്ഞ് വരുമ്പോഴൊക്കെ രാത്രി ആവണ കാരണം, ഇരുട്ടാവണ കാരണം എനിക്ക് നടാൻ സമയം കിട്ടാറില്ല കേട്ടോ. അപ്പം ഞാനത് നടാമെന്ന് വിചാരിച്ചേക്കാണ്. അപ്പോൾ ഇത് താഴെ നട്ടിട്ട് ഇങ്ങ് തൂങ്ങി അലച്ച് വീണൊക്കെ പോകണം. അപ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ അതിൻ്റെ പയർ നട്ടിട്ട് നല്ല ഭംഗിയായിട്ട് നല്ല കുട്ടപ്പന്മാരായിട്ട് നിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞ പോലെ നമുക്ക് തക്കാളി നമുക്ക് തൂക്കിയിടാം. അപ്പം ഒരു കീട ശല്യങ്ങളൊന്നും അധികം വരില്ല. അതുകൊണ്ട് ഒന്നും തിരഞ്ഞ് കളയൊന്നും ചെയ്യില്ല കേട്ടോ. അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്ത് നോക്കാം. അപ്പോൾ അതേ ഒരു കുപ്പിലും 2 ചെയ്യാൻ പോണത്. അപ്പോൾ നമ്മൾ അതിനായിട്ട് നമ്മൾ ചെയ്യാൻ പോണത് ഒരല്പം ഇതിട്ടിട്ട് നമ്മൾ ചപ്പും ചവറിടാൻ കേട്ടോ. ഒരല്പം മണ്ണിങ്ങനെ ഇട്ട് കൊടുക്കണം. അടപ്പ് മാറ്റൂട്ടോ നമ്മളിടുമ്പോൾ. നമ്മളിതേ ഗാർഡനിലെ ഇലകളൊക്കെ ഞാൻ കളഞ്ഞതൊക്കെ ഞാൻ വാരി വെച്ചേക്കുന്നതാണ് കേട്ടോ. ഇതൊക്കെ ചാക്കിലാക്കി വെച്ചേക്കുന്നതാണ്. അപ്പോൾ നമ്മളിത് കുറച്ച് ഇട്ട് കൊടുക്കണം ഇതിനകത്തേക്ക്. എന്നിട്ട് കുറച്ച് മണ്ണിട്ട് കൊടുക്കണം. ഞാൻ ഇതിപ്പോൾ ഗ്ലൗസ് ഒന്നും ഇടണില്ല കേട്ടോ. കാരണം ഗ്ലൗസ് ഇട്ടത് ഇത് ശരിയാവില്ല. ഗ്ലൗസ് ഇട്ട് കഴിഞ്ഞാൽ ചെറിയ പണിയല്ലേ ഉള്ളൂ, വലിയ പണിയല്ലല്ലോ. കുറച്ച് ഇതിട്ട് കൊടുത്തു. എന്നിട്ട് നമ്മൾ കുറച്ച് ഇലകൾ നമ്മൾ പിന്നെ ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ വീണ്ടും ഇങ്ങനെ മണ്ണിട്ട് കൊടുക്കണം. അങ്ങനെ നിറയ്ക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മളിത് നിറഞ്ഞ് വന്നേക്കുമ്പോൾ നമ്മൾക്ക് ഇവിടെ നമ്മൾ ചെടി വെച്ച് കൊടുക്കണം കേട്ടോ. നമ്മൾ ചെടി വെച്ച് കൊടുക്കണം. ഇനിയും ഫിറ്റായിട്ട് ഇരിക്കാൻ വേണ്ടി നമ്മളിങ്ങനെ ചെയ്യണം കേട്ടോ. ഒരു വലുതും ഒരു ചെറുതും നമ്മൾ നടണം കേട്ടോ. 2 തൈ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പോട്ടി മിക്സൊന്നും ഞാൻ വേറെ പറയണില്ല കേട്ടോ. പോട്ടി മിക്സ് നമ്മൾ എപ്പോഴും എടുക്കണ ഒരു പോട്ടി മിക്സ് ആയതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ലല്ലോ. അതുകൊണ്ട് അങ്ങനെ വേറെ പ്രത്യേകിച്ച് പറയാത്ത കേട്ടോ. അപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ ഇറക്കി വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മളിങ്ങനെ ഫിറ്റാക്കി മണ്ണിടണം കേട്ടോ. ഇതിനകത്ത് കുറച്ച് മണ്ണൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് സംഭവങ്ങൾ കുറച്ച് ഇട്ട് കൊടുക്കാം. ഇതിങ്ങനെ ഇടുന്നത് കൊണ്ട് നമുക്ക് മണ്ണിന് ഇളക്കം ഉണ്ടാവും. ഫിറ്റായി പോവില്ല മണ്ണ് കേട്ടോ. ഇത് കുറച്ച് ദിവസം കഴിഞ്ഞാകുമ്പോഴത്തേക്കും ഈ മണ്ണാട് കീഴ്പോട്ടേക്ക് ഇരുന്ന് പോകും കേട്ടോ. അപ്പം നമ്മൾക്ക് വീണ്ടും വളവും മണ്ണൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റും കേട്ടോ. ഇത് ഇങ്ങോട്ട് പോരില്ല കേട്ടോ. അതിങ്ങനെ നിന്നോളൂ. അപ്പോൾ ഇതുണ്ടോ, നമ്മൾ തക്കാളി തൈ നട്ടിട്ടുണ്ട്. നമ്മളിവിടെ 2 ഹോൾ ഇട്ടിട്ട് നമ്മൾ തൂക്കിയിടാൻ കേട്ടോ ഉദ്ദേശിക്കണേ. നമുക്ക് 2 ഹോൾ ഇടണം. ഹോൾ ഇട്ടിട്ട് കാണിക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ തല തിരിഞ്ഞ തക്കാളി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്കിനി തൂക്കി ഇട്ടാൽ മതി കേട്ടോ. പന്തലുമേക്ക് നമ്മൾ കയറ്റാമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ തൂക്കി ഇട്ടാൽ മതി. അപ്പോൾ നമുക്ക് പന്തലുമേക്ക് താങ്ങ് കൊടുക്കാൻ പറ്റും. ഇങ്ങനെ മുകളിലേക്ക് കയറി വരും. അപ്പോൾ നമുക്ക് താങ്ങ കൊടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതാണ്
നമുക്കിനി ഇത് ഓരോ കാര്യങ്ങൾ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ ഞാൻ. അപ്പോൾ നമുക്കിനി കെട്ടി തൂക്കാട്ടോ ഇനി. അപ്പോൾ ദേ നമ്മൾ കണ്ടോ തക്കാളി തൈ നമ്മൾ നട്ട് തല തിരിച്ച് നട്ടിട്ട് നമ്മൾ തൂക്കിയിട്ടേക്കാണ് കേട്ടോ. അപ്പോൾ പന്തലുമ്മയ്ക്ക് നമുക്ക് ഇങ്ങനെ പൊങ്ങി വരുമ്പോൾ പന്തലുമ്മയ്ക്ക് നമുക്ക് കെട്ടി കൊടുക്കാൻ പറ്റും കേട്ടോ, എളുപ്പം ഉണ്ടാവും. അപ്പോൾ അതേ നമ്മളിനി എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇനി എന്തെങ്കിലും വളങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഇതിലങ്ങനെ ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതേ നട്ട് കഴിഞ്ഞ് നമുക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇതിപ്പോൾ നമുക്ക് ഇതിലൊന്നും മണ്ണൊന്നും ഒഴുകി പോരില്ല കേട്ടോ. നമ്മളങ്ങനെ പേടിക്കേണ്ട, മണ്ണൊന്നും ഒഴുകി വേണ്ട. വെള്ളം ഒഴിച്ചിട്ട് വെള്ളം മാത്രമേ വരണുള്ളൂ. നമ്മളിതിനകത്ത് മണ്ണ് മാത്രമല്ല കുറച്ച് ചപ്പും ചവറൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇനി അതൊക്കെ സെറ്റായിക്കോളും. ഇനി ഇത് വളർന്നു കഴിയുമ്പോൾ അതൊക്കെ സെറ്റായിക്കോളും. ഒട്ടും മണ്ണ് കീഴ്പോട്ട് പോരുന്ന് വിചാരിക്കണ്ട. അപ്പോൾ അത് വേണ്ട, ദേ തുള്ളി മണ്ണ് പോലുണ്ടോ നോക്കിക്കേ. അപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളമൊന്നും കീഴ്പോട്ടിക്കണ്ട, വെള്ളം മാത്രമേ പോരുള്ളൂ, മണ്ണ് പോരണില്ല കേട്ടോ. അപ്പോൾ വെള്ളം തങ്ങി നിൽക്കില്ല എന്നുള്ളതാണ്. ഈ വെള്ളം ഇങ്ങനെ പോരുമ്പോൾ വെള്ളം ഇങ്ങനെ ഒഴുകി പോന്നോളും. ദേ അപ്പോൾ നമ്മൾ ഇതിനകത്ത് നമ്മൾ വളങ്ങളിനകത്ത് ഒഴിച്ചു കൊടുത്താൽ മതി. ഇപ്പം ഇതിൻ്റെ ഓരോ കാര്യങ്ങൾ നമുക്കിനിയും തുടർന്നുള്ള കാര്യങ്ങൾ നമുക്ക് കാണാം കേട്ടോ. അപ്പം ദേ നമ്മുടെ തക്കാളി നടിയിൽ അടിപൊളിയായിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് തുടർന്നുള്ള എല്ലാ അപ്ഡേഷനുകളും കാണിക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടാകുമെന്ന് വിചാരിക്കണു. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരു കാര്യം കൂടി പറയട്ടെ കേട്ടോ. എൻ്റെ പയർ കുപ്പിയിലിട്ട് ഒന്ന് കാണിക്കാട്ടോ, നിങ്ങളെ എന്തോരായെന്ന് കാണിക്കണമല്ലോ. അപ്പോൾ ഒന്ന് കാണിക്കാട്ടോ. അപ്പോൾ അതേ എൻ്റെ പയർ കണ്ടോ, പയർ കുപ്പിയിൽ നട്ടിട്ട് ഒന്നിനും ഒരു കുഴപ്പമില്ല, നല്ല സുന്ദരി മണികളായിട്ടുണ്ട്. പൂവിടുണ്ട് കേട്ടോ. പൂവിടാനുള്ള സംഭവങ്ങളൊക്കെ ഇത് ഉണ്ടാവുന്നുണ്ട് കണ്ടോ. വള്ളിയൊക്കെ വീശി നല്ല ഭംഗിയായിട്ട് വരുന്നുണ്ട്. അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ കുപ്പിയിൽ നട്ടത് പയർ ഇടയ്ക്ക് കാണിച്ചതെന്ന് പറഞ്ഞത് കണ്ട. പൂവിടാനുള്ള പരിപാടി കണ്ടത്. ഇത് പൂവാണ് വരുന്നതൊക്കെ. നമുക്കൊരു വളവടിയും കൊടുക്കാറായിട്ടുണ്ട് കേട്ടോ. എല്ലാം നല്ല ഭംഗിയായിട്ടുണ്ട്. ഇതേ അറ്റം വരെ കണ്ടോ, ഇതൊക്കെ നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ ഈ പയർ പോലെ തന്നെ നമ്മുടെ ഈ തക്കാളിയും അടിപൊളിയാവും. അപ്പോൾ എൻ്റെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം.